പടവലം കണ്ടവന പന്തലുണ്ടല്ലോ, കുറച്ചധികം ഉണ്ടല്ലോ. ഇതാണ് ചേട്ടാ ഈ പടവലത്തിന്റെ ഇടയിൽ വരണുള്ളത് എന്തിനാ? ഇതാണ് കുക്കമർ. ഇത്ര വല്ല തടിയുണ്ടോ? വേറൊരു കാര്യമുണ്ട്, ഇത് സമൃദ്ധിയായിട്ട് ഉണ്ടാവാറുണ്ട്, പക്ഷെ അത് മഴക്കാലത്ത് ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ ഇത് ഞാനിതേ ഇത് കണ്ടതേ ഇപ്പുറത്തും ഉണ്ട്. ഇത് ഇതിനേക്കാളും വലിപ്പുണ്ടല്ലോ അത്. അപ്പൊ ഞാനിത് ആൾക്കാർ ചോദിക്കുമ്പോ പറയുന്നത് കുക്കമർ നട്ടുണ്ടെന്ന് നട്ടിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ അവർക്ക് കാട്ടി കൊടുക്കാനോ ഇത് കൊടുക്കാനോ സാധിച്ചിട്ടില്ല. അപ്പം നിങ്ങളിത് കാണാൻ ഇവിടെ നട്ടിട്ടുണ്ട്. ആ നട്ടതിൻ്റെ ഒരു 1-2 കടമ ഉണ്ടായതെന്ന് കാണുന്നത് ഇപ്പുറത്തും ഉണ്ട്. പക്ഷെ അത് കൂടുതലായിട്ട് ഉണ്ടായിട്ടില്ല, അത് കേട് കൂടുതലാതെ. അത് ഈ ചൂടിൻ്റെ ടൈം കൊണ്ട് ഇവിടെ ഉണ്ടാവല് കുറവാണ്. അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടായാൽ വർഷക്കാലം പിറക്കുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതിനിടയ്ക്ക് ടോം ചേട്ടൻ പറയണ്ടായില്ല പാട്ട് കൊണ്ട് പഠിച്ചു എന്നാ പാടാൻ പോണെന്നൊക്കെ. ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ടാണ് പാടി. അപ്പോൾ ഇതിനകത്ത് നിൽക്കുമ്പോൾ ഒരു കുളിർമയുണ്ട് കേട്ടോ, നല്ല തണവാ. കാരണം അടി തണവുണ്ടല്ലോ, നല്ല തണവാ. ഓ ഈ വെയിലത്ത് ഇതിൻ്റെ ഇടയിലേക്ക് കയറിയപ്പോൾ ഒരു സുഖം ഉണ്ടാ. തണവിൽ നിന്നുകൊണ്ടേ നമുക്ക് പാടാം. അപ്പം നമ്മളുടെ ടോമി ചേട്ടൻ്റെ പാട്ടൊന്ന് കേൾക്കാം. സ്നേഹമുള്ളവരെ, വിഷു, പെസഹയാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ അടുത്തു വരികയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഒരു കവിത ഇവിടെ ചൊല്ലുക. ഞാനൊരു ഗായകനല്ല, ഒരു പാട്ടുകാരനല്ല കേട്ടോ, ഒരു സാധാ കൃഷിക്കാരനാണ്. കൃഷിക്കാരൻ്റെ മനസ്സിൽ വരുന്ന പാട്ടാണ് ഇവിടെ പാടുന്നത്. ആ പാട്ട് നിങ്ങൾ കേൾക്കുക, ആസ്വദിക്കുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക, അതിനോടൊപ്പം ഈ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുക. മനുഷ്യന് കൃഷിയാണ് ഏറ്റവും ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് രോഗങ്ങളില്ലാതെ വരുവാനും ആരോഗ്യം ഉണ്ടാകുവാനും ദീർഘായുസ് സംരക്ഷിക്കുവാനും പച്ചക്കറി കൃഷി ഏറ്റവും ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് വളരെ അത്യുത്തമമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ചൂട് സമയമാണ്. ചൂട് സമയത്ത് കഴിക്കേണ്ട ശീതകാല പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഈ പച്ചക്കറികൾ നിങ്ങൾ കാണണം, ഇതിൻ്റെ ഗുണനിലവാരം നിങ്ങൾ കൊണ്ടുപോയി ഉപയോഗിക്കണം, ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകണം. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും പെസഹയാഴം ദുഃഖവെള്ളിയുടെയും എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു. നിങ്ങളെല്ലാവരും ഈ പാട്ട് കേൾക്കണം, പ്രോത്സാഹിപ്പിക്കണം, തെറ്റുകുറ്റുണ്ടെങ്കിൽ തിരുത്തണം, ക്ഷമിക്കണം. എന്നോട് കൂടി എനിക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ പാട്ട് പാടുവാൻ പോവുകയാണ്. പാട്ട് നിങ്ങൾ കേൾക്കുക, ആസ്വദിക്കുക. നേരമില്ല സോദരാ സമയമൊട്ടും കളയുവാൻ, മണ്ണിലാണു ജീവിതം കൃഷിവേല കുട്ടിക്കളിയല്ലടാ. നേരമില്ല സോദര സമയമൊട്ടും കളയുവാൻ, മണ്ണിലാണു ജീവിതം കൃഷിവേല കുട്ടിക്കളിയല്ലടാ. പള്ളിയിൽ പോകണം, കുർബാന കാണണം, പാപങ്ങൾ ഏറ്റുപറയണം. പള്ളിയിൽ പോകണം, കുർബാന കാണണം, പാപങ്ങൾ ഏറ്റുപറയണം. അമ്പലത്തിൽ പോകണം, ദേവിയെ വണങ്ങണം, അമ്പലത്തിൽ പോകണം, ദേവിയെ വണങ്ങണം. നല്ല വിത്തു പാകണം, 100 മേനി കൊയ്യണം. നേരമില്ല സോദര സമയമൊട്ടും കളയുവാൻ, മണ്ണിലാണു ജീവിതം കൃഷിവേല കുട്ടിക്കളിയല്ലടാ. കൃഷിവേല കുട്ടിക്കളിയല്ലടാ. മണ്ണിലൂ മാന്തണം, ഉഴുതുമറിക്കണം, ഞാറു പറിക്കണം, ചെളിയിലു പൂത്തണ. മണ്ണിലു മാന്തണം, ഉഴുതുമറിക്കണം, ഞാറു പറിക്കണം, ചെളിയിലു പൂത്തണ. നേരമില്ല സോദര സമയമൊട്ടും കളയുവാൻ, മണ്ണിലാണു ജീവിതം കൃഷിവേല കുട്ടിക്കളിയല്ലടാ.
പള്ളിയിൽ പോകണം, കുർബാന കാണണം, പാപങ്ങൾ ഏറ്റുപറയണം. അമ്പലത്തിൽ പോകണം, ദേവിയെ വണങ്ങണം. അമ്പലത്തിൽ പോകണം, ദേവിയെ വണങ്ങണം. നല്ല വിത്തു പാകണം, 100 മേനി കൊയ്യണം. ആ നല്ല വിത്തു പാകണം, 100 മേനി കൊയ്യണം. ചിരിയണ്ട, അടിപൊളിയുണ്ടല്ലോ. എനിക്കിഷ്ടമായിട്ടോ പാട്ട്. ഇതിപ്പോൾ ശരി ഇഷ്ടമാവും. കഷ്ടപ്പാടുണ്ടല്ലേ, ഇഷ്ടമാവും. അപ്പോൾ നമ്മളെ ടോമി ചേട്ടൻ്റെ പാട്ട് എല്ലാവരും കേട്ടു. ഇനി ആളൊക്കെ ഒരു പ്രോത്സാഹനം കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഞാനും ടോമി ചേട്ടനും നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരും.